Cat bonds. എന്താണ് cat bonds? കാറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ സാധനത്തിന്? No. Cat bonds are actually disaster resilient or disaster mitigation instruments which are used by the governments. അപ്പം കാറ്റ് ബോൺസ് എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തായിട്ട് വളരെ പോപ്പുലർ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ടേം ആണ് കാറ്റ് ബോൺസ്. എവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് ആക്ച്വലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ GS3 എക്കണോമിക്സ് ആൻഡ് GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇതൊക്കെ വളരെ റീസെന്റ് ആയിട്ട് ഹിന്ദുവിൽ വന്ന ആർട്ടിക്കിൾസ് ആണ് റിഗാർഡിംഗ് കാറ്റ് ബോൺസ്. ഹൗ ക്യാൻ കാറ്റ് ബോൺസ് പ്ലാൻ ഫോർ എ നാച്ചുറൽ ഡിസാസ്റ്റർ? What is catastrophic bonds, or why the catastrophic bond market is actually growing around the world? So cat bonds എന്നത് catastrophic bonds ന്റെ ഒരു ഷോർട്ട് ആണ് cat bonds എന്ന് പറയുന്നത്. It has nothing to do with cat. അപ്പൊ എന്താ ഈ cat bonds എന്ന് പറയുന്നത്? എന്താണ് bonds എന്ന് പറയുന്നത്? They are actually insurance linked securities. ഇൻഷുറൻസ് ആയിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റീസ് ആണ് cat bonds എന്ന് പറയുന്നത്, which transfer the financial risk of natural disasters from governments to insurers. അതായത് എനിക്കിപ്പോൾ ഒരു 100 രൂപ വേണം. എനിക്കൊരു 100 രൂപ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു 100 rupees വേണം. ഞാൻ ഈ 100 രൂപ എനിക്ക് സേ ഫോർ എക്സാമ്പിൾ ഐ നീഡ് 1000 rupees. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ്. എനിക്കൊരു 1000 രൂപ വേണമെങ്കിൽ ഞാൻ ആദ്യം 1000 രൂപയുടെ, എൻ്റെ കയ്യിൽ 1000 രൂപ എടുക്കാനില്ല. സോ ഐ ഇഷ്യൂ എ ബോണ്ട് ഓഫ് ₹1000. ഒരു ബോണ്ട് 1000 രൂപയുടെ ഒരു ബോണ്ട് ഞാൻ ഇഷ്യൂ ചെയ്യും. സോ ഹു ആം ഐ? ഐ ആം ദ ഇഷ്യൂവർ. ഐ ആം ദി ഇഷ്യൂവർ അല്ലെ? ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ആൾ ഞാൻ എന്ന് പറയുന്ന ആരാണ്? ഒരു കമ്പനിയാണ്. അപ്പൊ ഞാനൊരു ബോണ്ട്, എനിക്ക് 1000 രൂപ വേണം. 1000 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ 1000 രൂപയുടെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യും. ആ ഇഷ്യൂ ചെയ്യുന്ന ആളാണ് ആര്? ബോണ്ട് ഇഷ്യൂവർ അല്ലെങ്കിൽ ദ കമ്പനി. ഇനി ഞാൻ ആർക്ക് ഇഷ്യൂ ചെയ്യും? ഐ ഇഷ്യൂ ദ ബോണ്ട്. നിങ്ങൾ കുറെ പേര് വന്ന് ആ ബോണ്ട് വാങ്ങിക്കും. ഈ വാങ്ങിക്കുന്ന ആള് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഒരു 10 വർഷത്തേക്കാന്ന് വെച്ചു. 10 ഇയേഴ്സിലേക്ക് ഒരു 10% ഇൻട്രസ്റ്റ് റേറ്റിനാണ് ഞാൻ ഈ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ആഫ്റ്റർ എവറി ഇയർ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 100 rupees. ഈ 100 rupees എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ₹100 എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടണം. ഈ 100 ആരെനിക്ക് തരും? എന്റെ കയ്യിൽ നിന്ന് ബോണ്ട് വാങ്ങിക്കുന്ന നിങ്ങൾ. സോ ഹു ആർ യു? യു ആർ ദ ഇൻവെസ്റ്റർ. യു ആർ ദ ഇൻവെസ്റ്റർ അല്ലെ? അപ്പൊ ഇവിടെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരാളുണ്ട്, അതാണ് ഞാൻ. ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഇസ് ദ ബോണ്ട് ഇഷ്യൂവർ. I issue a bond of ₹1000 for 10 years at 10% interest rate. അപ്പോൾ after every year I'll give 100 rupees as interest rate to whom? To the investor. ഞാൻ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കുന്ന ആളെയാണ് ആര് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഞാൻ 100 രൂപ വെച്ചിട്ട് ഈ ഇൻവെസ്റ്ററിന് കൊടുത്തുകൊണ്ടിരിക്കും. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ 10th year 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റർ എന്ത് ചെയ്യും? ഈ പ്രിൻസിപ്പൽ എമൗണ്ട് എനിക്ക് തിരിച്ചു തരും. ഐ പേ ദ പ്രിൻസിപ്പൽ എമൗണ്ട് ടു ദ ഇൻവെസ്റ്റർ. 10 വർഷത്തേക്കാണ് ബോണ്ട് എടുത്തേക്കുന്നത്. അപ്പൊ 10 വർഷം കഴിയുമ്പോഴത്തേക്ക് 1000 രൂപ ഞാൻ എന്ന് പറയുന്നത് കമ്പനി, ഐ പേ ദ 1000 rupees ബാക്ക് ടു ദ ഇൻവെസ്റ്റർ. ഇതാണ് ബോണ്ട്. ഇങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? നമ്മൾ കടമായിട്ട് ഒരു ലോൺ ആയിട്ട് എടുക്കുന്നതാണ്. എന്റെ കയ്യിൽ 1000 രൂപ എടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 1000 രൂപയുടെ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്തു. ആ ബോണ്ട് വാങ്ങിച്ചിട്ട് 10 വർഷം കഴിഞ്ഞപ്പോഴേ ആ ബോണ്ട് നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾക്ക് അതിന് ഓരോ വർഷം കൂടുമ്പോഴും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പേ ചെയ്തുകൊണ്ടിരിക്കും. 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബോണ്ടിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ഐ പേ ചെയ്യും. ഇങ്ങനെയാണ് ബോണ്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ കാറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ബോണ്ട്സ് തന്നെയാണ്. ഹൗ ഡസ് ദിസ് വർക്ക്? ഇവിടെ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്? മുമ്പൊക്കെ ഗവൺമെന്റ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ്സ് ആണ് ദുരിതാശ്വാസം അല്ലെ, ഡിസാസ്റ്റർ മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ കയ്യിലുള്ള എല്ലാ പൈസയും കൂടി എടുത്തിട്ടാണ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ അല്ലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അവർ ചെയ്യുന്നത്. അങ്ങനെ ഗവൺമെന്റിന് ഇത്രയും ഹ്യൂജ് ഡിസാസ്റ്റർ കലാമിറ്റീസ് സംഭവിക്കുന്ന സമയത്ത് ഗവൺമെന്റ് അവർക്കുള്ള മുഴുവൻ പൈസയും എടുക്കാതെ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ്
ക്യാച്ച് ബോൺസിലേക്ക് റിസോർട്ട് ചെയ്തു. അതായത് ഗവൺമെന്റ് ക്യാച്ച് ബോൺസ് ഇഷ്യൂ ചെയ്യും. അപ്പൊ ഗവൺമെന്റ് എന്ന് പറയുന്നത് ആരാണ് ഇവിടെ? ക്യാച്ച് ബോൺസിലേക്ക് വരുമ്പം ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇസ് ദ ഇഷ്യൂവർ അല്ലെ. ഗവൺമെന്റിന്റെ കയ്യിൽ ഫുൾ പൈസ ഗവൺമെന്റ് എടുക്കാതെ ഗവൺമെന്റ് വിൽ ഇഷ്യൂ ദ ക്യാറ്റ് ബോൺസ്. ഈ ക്യാറ്റ് ബോൺസ് വാങ്ങിക്കുന്ന കുറെ പേരുണ്ട്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് കുറെ ഇന്റർമീഡിയറീസ് ഉണ്ടാവും. അതായത് ഗവൺമെന്റ് ഡയറക്ട്ലി അല്ല ആളുകൾക്ക് കൊടുക്കുന്നത്, ദേ വിൽ ബി ഇന്റർമീഡിയറീസ്. ഇന്റർമീഡിയറീസ് ആരൊക്കെയാണ്? ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വേൾഡ് ബാങ്ക്, അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട്സ്, ഹെഡ്ജ് ഫണ്ട്സ്, ഇതാണ് നിങ്ങളുടെ ഇന്റർമീഡിയറീസ് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറീസ് ആണ് ഇൻവെസ്റ്റേഴ്സിലേക്ക് എന്തെത്തുന്ന ക്യാച്ച് ബോൺസ് എത്തിക്കുന്നത്. and they'll supply to the investors. So basically ഗവൺമെന്റിന്റെ കയ്യിൽ ഗവൺമെന്റ് entire amount ഗവൺമെന്റ് തന്നെ എടുക്കാതെ they'll issue catch bonds, and this catch bonds will be supplied or distributed to the investors through the intermediaries. Who are the intermediaries here? It's the institutional players. Who are the institutional players? The World Bank, the pension funds and hedge funds. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ പെൻഷൻ ഫണ്ട്സും ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ വന്നത്? എന്തുകൊണ്ടാണ്? ഇതൊരു ഭയങ്കര ഇതൊരു ഡിസാസ്റ്റർ മിറ്റിഗേഷന് വേണ്ടിയിട്ടുള്ള ബോൺസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിക്വയർമെന്റ്, പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്ന റിക്വയർമെന്റ് ഇസ് വെരി ഹ്യൂജ്. അപ്പൊ അത്രയും പൈസ ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിലായതുകൊണ്ടാണ് എന്തുള്ളത്, ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് ആണ് ആക്ച്വലി ഇന്റർമീഡിയറീസ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ യൂഷ്വൽ ബോൺസ് എന്ന് പറയുന്നത് there's a return, there is a guaranteed return after a particular period of time. ഈ കാറ്റാസ്ട്രോഫിക് ബോൺസിലേക്ക് വരുമ്പോൾ കാറ്റാസ്ട്രോഫിക് ബോൺസ് മേ ബി ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക്, ഫോർ എക്സാമ്പിൾ 5 years അല്ലെങ്കിൽ 10 years, അങ്ങനെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത് മിക്കവാറും ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. ആര്? ഗവൺമെന്റ്. സോ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗവൺമെന്റ് കാറ്റാസ്ട്രോഫിക് ബോൺസ് ഇഷ്യൂ ചെയ്യും. സേ ഫോർ എക്സാമ്പിൾ 5 yearsലേക്ക് ഒരു 1000 rupee, thousands അല്ല 1000 billions of rupees ആണ്, ബില്യൻസ് ആൻഡ് മില്യൻസിലാണ് കാറ്റാസ്ട്രോഫിക് ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ 1000 rupeesന്റെ ഒരു ബോൺസ് ഇഷ്യൂ ചെയ്തെന്ന് വയ്ക്കുക ഫോർ എ പീരീഡ് ഓഫ് 10 years. അപ്പൊ ഈ 10 വർഷത്തേക്ക് 10% ഈ ബോണ്ട് ഇഷ്യൂ ചെയ്തേക്കുന്നു. അപ്പൊ നമ്മുടെ ഓരോ വർഷം കഴിയുമ്പോഴും എത്ര രൂപയാണ്? 100 rupees ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. 100 rupees ബാക്ക് ടു ദ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കും. ആര് കൊടുക്കും? ഗവൺമെന്റ് കൊടുക്കും അല്ലെ. ഗവൺമെന്റ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇഷ്യൂ ചെയ്യുന്ന ആള് അത് വാങ്ങുന്ന ആൾക്ക് 100 രൂപ വെച്ച് കൊടുക്കും. ഇത് എത്ര നാളത്തേക്കാ? 5 വർഷത്തേക്കാണ്. 5 years ആണ് അവരുടെ പീരീഡ് എന്ന് പറയുന്നത്. ഈ 5 yearsന്റെ ഇടയ്ക്ക് വെച്ച് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു എന്നിരിക്കട്ടെ, ഒരു കാറ്റാസ്ട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഗവൺമെന്റ് വിൽ പേ. ഒരു കാറ്റാസ്ട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഈ പൈസ എല്ലാം കൂടി എടുത്തിട്ട് കൊടുക്കും. കാര്യം എന്താ? ഗവൺമെന്റിന് അന്നേരം ഒരു ആവശ്യമുണ്ട് അല്ലെ, ഗവൺമെന്റിന് പൈസ കൊടുത്തേ മതിയോ. അപ്പൊ ഒരു കാറ്റാസ്ട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് 5 വർഷത്തിന് ശേഷം യൂഷ്വലി എങ്ങനെയാ ചെയ്യുന്നത്? ഇഷ്യൂവർ ആരാണോ ദേ വിൽ പേ ദ എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ട് ടു ദ ഇൻവെസ്റ്റർ ആഫ്റ്റർ ദ എൻഡ് ഓഫ് ദ പീരീഡ്. സാധാരണ ഒരു ബോണ്ടിന്റെ കേസിൽ ഒരു ഇൻവെസ്റ്ററിന് 10 വർഷത്തെ ബോണ്ട് ആണെങ്കിൽ 10 വർഷത്തിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്ററിന് നമ്മൾ ആ പൈസ മുഴുവൻ കൊടുക്കും. അങ്ങനെയാണ് ബോണ്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിപ്പോ 5 വർഷത്തേക്കുള്ള ബോണ്ടാണ്. 5 വർഷത്തിനിടയ്ക്ക് വെച്ച് എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി, ഒരു ഫ്ലഡോ ഒരു ഡ്രൗട്ടോ അല്ലെങ്കിൽ ഒരു സുനാമിയോ ഒരു എർത്ത് എന്തെങ്കിലും സംഭവിച്ചു എന്നിരുന്നാൽ സർക്കാരിന് പൈസ അന്നേരം ആവശ്യമായിട്ട് വരും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് ഈ പൈസ എല്ലാം കൂടി എടുത്ത് റിസ്ക് മിറ്റിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ഒരു കാറ്റാസ്ട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ലോസ് ടു ഇൻവെസ്റ്റർ അല്ലെ. ഇൻവെസ്റ്ററിന് എന്ത് നഷ്ടപ്പെടും? ഇൻവെസ്റ്ററിന് റിട്ടേൺസ് കിട്ടിക്കൊണ്ടിരിക്കും. ഈ 5 വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കാറ്റാസ്ട്രോഫിക് ബോൺസിന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് 10% ഒന്നും അറിയത്തില്ല, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. കാര്യം എന്താ? ഇൻ കേസ് ഒരു കാറ്റാസ്ട്രോഫി സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് വിൽ ബി എ ലോസ് ടു ദ ഇൻവെസ്റ്റർ. ഒരു കാറ്റാസ്ട്രോഫി, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്ററിന്
അയാൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടത്തില്ല. അതേസമയം ഈ 5 വർഷത്തിനിടയിൽ വെച്ചിട്ട് ഒരു കാറ്റാസ്ട്രോഫി, ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലഡിന് വേണ്ടിയിട്ട് ഒരു പൈസ, ഒരു ഗുജറാത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഒരു ഫ്ലഡിന് വേണ്ടിയിട്ടാണ് ഈ കാറ്റാസ്ട്രോഫിക് ബോൺസ് ഇഷ്യൂ ചെയ്തെന്നിരിക്കട്ടെ, ഫോർ എ പീരീഡ് ഓഫ് 5 years. ഈ 5 വർഷത്തിനിടയിൽ വെച്ചിട്ട് കേരളത്തിൽ ഒരു ഫ്ലഡ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഞാനാണ് ഗവൺമെന്റിൽ നിന്ന് ബോൺസ് വാങ്ങിച്ച ആൾ. എനിക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത, ഞാനിപ്പോ 20 million rupees ആണ് ഇൻവെസ്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, ആ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റ്, ഇത് രണ്ടും എനിക്ക് കിട്ടും. എപ്പം കിട്ടും? ഇഫ് നോ ഡിസാസ്റ്റർ ഹാപ്പൻസ്, ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര എമൗണ്ട് കിട്ടും. ഇങ്ങനെയാണ് കാറ്റാസ്ട്രോഫിക് ബോൺസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒന്നും കൂടി പറയാം, കാറ്റാസ്ട്രോഫിക് ബോൺസ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഗവൺമെന്റ് ഇസ് ദ ഇഷ്യൂവർ ഹിയർ. ഗവൺമെന്റ് ഇതിന് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്തുകൊണ്ട് കൊടുക്കുന്നത്? ഷോർട്ട് പീരീഡിലേക്കാണ്, നാച്ചുറൽ കലാമിറ്റീസ് ആണ്, അപ്പൊ ഒരു ലോങ് പീരീഡ് നമുക്ക് വെക്കാൻ കഴിയില്ല. അപ്പൊ ഷോർട്ട് പീരീഡിലേക്കാണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിന്റെ റിസ്ക് ഹൈ ആയതുകൊണ്ട് തന്നെ, റിസ്ക് എന്തുകൊണ്ടാണ് ഹൈ? കാര്യം ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ആ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ പൈസയും കൂടി എടുത്ത് മിറ്റിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ട് റിസ്ക് ഹൈ ആണ്. റിസ്ക് ഹൈ ആയതുകൊണ്ട് അതിന്റെ റിട്ടേണും കൂടുതലാണ്. ഇൻ കേസ് ഈ 5 years വെച്ച് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും കിട്ടുന്നത്. ഇങ്ങനെയാണ് കാറ്റാസ്ട്രോഫിക് ബോൺസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇനി എന്താണ് കാറ്റ് ബോൺസ് എന്ന് പറയുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഷുറൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്, which transfer the financial risk of natural disaster from the government to the insurers to the private investors through global financial markets. അതായത് മുമ്പ് ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ ഗവൺമെന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റീസ് ആയിരുന്നു അല്ലെ. ഡിസാസ്റ്ററിന്റെ മിറ്റിഗേഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ആളുകളുടെ റീഹാബിലിറ്റേഷൻ, ആളുകൾക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്, ഇതെല്ലാം കോമ്പൻസേഷൻ, ഇതെല്ലാം ആരാ അണ്ടർടേക്കിംഗ് ചെയ്തിരുന്നത്? ഗവൺമെന്റ് ആയിരുന്നു. ഗവൺമെന്റ് ഫണ്ടിൽ നിന്ന്, ബഡ്ജറ്റിൽ നിന്നാണ് അലോക്കേഷൻ നടത്തിയിരുന്നത്. പക്ഷേ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? അപ്പൊ അത് ഹ്യൂജ് ബർഡൻ ഓൺ ദ ഗവൺമെന്റ് ആയതുകൊണ്ട് ഗവൺമെന്റ് സ്റ്റാർട്ടഡ് പൂളിംഗ് ഇൻ പീപ്പിൾ. ആരെ? പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ പൂളിംഗ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് കാറ്റാസ്ട്രോഫിക് ബോൺസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങുന്നത്. സോ ദേ ആർ ആക്ച്വലി ട്രാൻസ്ഫറിംഗ് ദ റിസ്ക് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഫ്രം ദ ഗവൺമെന്റ് ടു ദ private investors. Now it's a hybrid instrument which combine the insurance and the bond features. അല്ലെ, ഇതൊരു ഇൻഷുറൻസ് ആണ്, at the same time it has the features of a bond. Raising quick funds for post disaster relief. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് യൂഷ്വലി ബഡ്ജറ്റ് അലോക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പലതിന്റെയും ഇപ്പൊ ഓക്കെ അലോക്കേഷൻ ഒന്നും ഇതുവരെ നടന്നിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ അതുപോലെ ഓരോ നാച്ചുറൽ ഡിസാസ്റ്റർ നടന്നു കഴിയുമ്പോഴും അതിന്റെ മിറ്റിഗേഷൻ ആവശ്യമായിട്ടുള്ള, അതിന്റെ കോമ്പൻസേഷൻ ആവശ്യമുള്ളതിന് വേണ്ടിയിട്ട് we have to wait for the budget allocation. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. So it's a very quick fund for post disaster relief. Investors earn high returns for bearing the risk but may lose their investment if a major disaster occurs. As I said before, അല്ലെ, ഇതാണ് ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്തത്. റിസ്ക് കൂടുതലായതുകൊണ്ട് തന്നെ റിട്ടേൺസും ഇൻട്രസ്റ്റ് റേറ്റും റിട്ടേൺസും എല്ലാം ഇതിൽ ഹൈ ആണ്. Primarily purchased by institutional investors like pension funds and hedge funds due to their complexity and high investment thresholds. കാര്യം എന്താ? ഒരു കാറ്റാസ്ട്രോഫിക് നാച്ചുറൽ ഡിസാസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള ബോൺസ് ആണ്. നമ്മുടെ സാധാരണ ബോൺസ് പോലെ ഉള്ള ബോണ്ട് അല്ല. അപ്പൊ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെങ്കിൽ ആരെ കൊണ്ട് പറ്റത്തുള്ളൂ? വലിയ വലിയ ബിസിനസ് ഒരു ഹെഡ്ജ് ഫണ്ട്സ്, വലിയ വലിയ കമ്പനീസ്, അതുപോലെ പെൻഷൻ ഫണ്ട്സ്. പെൻഷൻ ഫണ്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബേസിക് ഇൻകം ഉള്ള ഒരു സാധനം പെൻഷൻ ഫണ്ടാണ്. അതുകൊണ്ടാണ് ഇവരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ടും കാറ്റാസ്ട്രോഫിക് ബോൺസ് വാങ്ങുന്നത്. Now, what are the key features of this catastrophic bonds? One is that high returns. As I mentioned before, short period of termലേക്കാണ്, പിന്നെ high risk ആയതുകൊണ്ട് തന്നെ returns is also very high. What is diversification? എന്താ ഈ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് യൂസ് ചെയ്തത്? നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, എപ്പോഴും ഒരു ഗവൺമെന്റ് മാറി വരുമോ അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോൾ സർവേ നടക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഫോൾ ഉണ്ടാവും അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ് റൈസ് ചെയ്യും, സ്റ്റോക്ക് മാർക്കറ്റ് ഫോൾ ചെയ്യും അല്ലെ. ഗവൺമെന്റ്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്, ഒരു പൊളിറ്റിക്കൽ ഹാപ്പനിങ് നടക്കുന്നതിനനുസരിച്ച്, ഒരു പൊളിറ്റിക്കൽ സിനാരിയോ മാറുന്നതിനനുസരിച്ച് that badly or positively affect the stock markets in India. സ്റ്റോക്ക് മാർക്കറ്റ് യൂഷ്വലി അങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കാറ്റാസ്ട്രോഫിക് ബോൺസ്, ഇവിടെ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആയിട്ട് എന്തെങ്കിലും കോറിലേറ്റഡ് ആണോ
catastrophic bonds എന്ന് പറയുന്നത്? No. Why? Because it's based on natural calamities അല്ലേ? Natural calamities എന്ന് പറയുന്നത് ഗവൺമെന്റ്സ് മാറി വരുന്നതിനനുസരിച്ച് natural calamities മാറി വരുമോ? ഇല്ല. So it is not correlated, it is not related to what? It is not related to any political scenario in the country. അതാണ് ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്വിക്ക് ക്യാപിറ്റൽ മൊബിലൈസേഷൻ ആണ്. അതായത് ഫണ്ടിന് വേണ്ടിയിട്ട് there is no delay in mobilizing the fund. Multi-year coverage throughout the year. ബഡ്ജറ്റ് അലോക്കേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് വേണ്ടിയിട്ടോ നമ്മൾ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ മൾട്ടി ഇയർ കവറേജ് ആണ്. ഫിസിക്കൽ ബഫർ സ്റ്റേറ്റിനും ഒരു സെൻട്രൽ ഗവൺമെന്റിനും എല്ലാം ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ ഫ്ലോ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് എൻഷുർഡ് ബൈ catastrophic bonds. Investor vigilance അല്ലെ, ഇറ്റ് ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ട്രസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്. സോ അതുകൊണ്ട് തന്നെ ഇത് investor vigilance is also quite high here. Now, what is the significance of catastrophic bonds for India? Why is catastrophic bonds or cat bonds important for India? India, as you know, is one of the most disaster prone regions in the world. അല്ലെ, ഏറ്റവും കൂടുതൽ നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ റിസ്ക് ആയിട്ട് പ്രോൺ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ ദ പ്രോബ്ലം ഇസ് ദാറ്റ് because of the rising disaster risk, insurers they raise premiums or they exit the market അല്ലെ. ഡിസാസ്റ്റർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു അധികം ആരും അങ്ങനെ ഇത് ചെയ്തിട്ടില്ലാത്ത, അധികം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു റീജിയൻ ആണ്. കാര്യം എന്താ? അതിനൊരു അൺസർട്ടനിറ്റി ഈസ് ഓൾവേസ് ദെയർ. അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻഷുറൻസ് പ്ലേയേഴ്സ് ആർ നോട്ട് ദെയർ ഇൻ ദിസ് ഡിസാസ്റ്റർ field, disaster management field. In the financial year 2021-22, government has been allocating $1.8 billion for disaster mitigation. So we have a great potential in catastrophic bonds. അല്ലെ, നമ്മൾ ഓരോ വർഷവും ഇത്രയധികം billion dollars are actually we are spending on disaster mitigation. So we have a huge potential in partnership with intermediaries like the World Bank or the ADBI. പിന്നെ ഇതിന്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും ഞാൻ പറഞ്ഞു ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഹൈ ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ദ ഇൻട്രസ്റ്റ് വിച്ച് ഇസ് പെയ്ഡ് ബൈ ദ ഗവൺമെന്റ് ഇസ് ഓൾസോ വെരി ഹൈ. അപ്പൊ ഗവൺമെന്റിന് എങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യാൻ പറ്റും? കാര്യം ഓരോ വർഷവും ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ്. ഇനി ഇൻ കേസ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചില്ലെങ്കിൽ ഗവൺമെന്റ് ഹാസ് ടു പേ ദ എൻറ്റയർ പ്രിൻസിപ്പൽ പ്ലസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് റേറ്റ്, റൈറ്റ്? അപ്പൊ ഇത്രയും ഹ്യൂജ് എമൗണ്ട് ഗവൺമെന്റിന് ഒറ്റയ്ക്ക് എടുക്കുന്നത് ഒരുപക്ഷെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്? ആ അടുത്തുള്ള കുറെ റീജിയൻസ്, അതായത് ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് വരുന്നു, ഉത്തരാഖണ്ഡിൽ ഫ്ലഡ് വരുന്ന പോലെ തന്നെയാണ് നേപ്പാളിൽ ഫ്ലഡ് വരുന്നു. ഉത്തരാഖണ്ഡിൽ ലാൻഡ് സ്ലൈഡ്സ് വരുന്നത്, നേപ്പാളിലും ലാൻഡ് സ്ലൈഡ്സ് വരാറുണ്ട്. അങ്ങനെ കുറെ റീജിയൻസിനെ ഒരുമിച്ച് പൂളിൻ ചെയ്തിട്ട് ദേ ആക്ട് ആസ് എ ഇഷ്യൂവേഴ്സ്, ബോണ്ട് ഇഷ്യൂവേഴ്സ് ആയിട്ട്, കാറ്റ് ബോണ്ട് ഇഷ്യൂവേഴ്സ് ആയിട്ട് അവർ ആക്ട് ചെയ്യും. അപ്പോൾ ഓരോ കൺട്രീസിലുള്ള ഫിനാൻഷ്യൽ ബർഡൻ വിൽ ബി ലെസൻഡ്. അങ്ങനെ ഇന്ത്യ can lead a South Asian cat bond initiative to cover the transboundary disasters like earthquakes in Nepal, Bhutan, in India, or cyclones which is impacting India, Bangladesh and Sri Lanka. അങ്ങനെ ഒരു pool of nations ഉണ്ടാക്കിയിട്ട് we can actually carry out this catastrophic bonds. A regional approach would spread risk, reduce premium cost and enhance financial resilience. അല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റീജിയണൽ പാർട്ട്ണർഷിപ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ it will not be a financial burden for any of the countries. Okay, now we'll do a few questions related to the cat bonds. Cat bonds are attractive to investors because why are cat bonds attractive to the investors? They are tax-free instruments. Are they tax-free instruments? No, they are actually being taxed. Disaster risks are uncorrelated with the financial market risk. Yes, that is actually right. They are uncorrelated with the financial market risk. They offer guaranteed returns. Guaranteed returns undo illa. Karyam endha, oru disaster സംഭവിച്ചു കഴിഞ്ഞാൽ they lose the investors will lose the principal amount. പക്ഷെ അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അവർക്ക് കിട്ടാത്തത്. They are backed by gold reserves of the sovereign nations? No, they are not backed by the gold reserves. So they are actually disaster risk are uncorrelated with the financial market risk. അതാണ് നേരത്തെ പറഞ്ഞത്. Which of the following statements regarding cat bonds are right? Insurance linked securities, transferring natural disaster risk to the private investors. This is actually correct. Primarily purchased by institutional investors for high short-term returns. That is also correct. Capable of providing multi-year coverage and quick post-disaster capital. This is multi. Okay. So that is also correct. So the answer is 1, 2 and 3. ഇവിടെ ഒരു കാര്യം അറിയേണ്ടത്, this is institutional investors ആണ്. In case ഇവിടെ retail investors ആയിരുന്നെങ്കിൽ this statement would have been wrong. Okay. So it is actually purchased by the institutional investors. High short-term returns ആണ് അതിന് ഉള്ളത്. Okay. So that's all about the cat bonds. Hope you have understood.
താങ്ക് യു. Gallant IAS, chasing your passion to ace.